ഓക്കെ, ഇതിൽ ഫസ്റ്റിൽ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ബോംബെയിൽ ഒരു ആൺകുട്ടി മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് മരിച്ചുപോയി. കാരണം മൊബൈൽ ചാർജ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്ത് ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ആരും മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് സംസാരിക്കരുത്, അല്ലെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് പാട്ട് കേൾക്കരുത്, മറ്റു കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പറയുന്നത്. പിന്നെ ഈ മരണസമയത്ത് ഈ ചെക്കൻ്റെ അല്ലെങ്കിൽ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് നിരന്തരമായ വൈബ്രേഷന് പോവുകയും ആ വൈബ്രേഷന്റെ ഭാഗമായിട്ട് വിരലുകൾ കരിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പിന്നെ ചില ടിപ്സ് ആണ്. അതിൽ ആദ്യം പറയുന്ന ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, അപ്പി ഫിസ് എന്ന് പറയുന്ന കൂൾ ഡ്രിങ്ക്സ് കഴിക്കരുത്. കാരണം അതിൻ്റെ അകത്ത് ക്യാൻസർ ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ഉണ്ടെന്നാണ്. രണ്ടാമത്തത്, പെപ്സി കുടിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ശേഷമോ മെൻഡോസ് എന്ന് പറയുന്ന മിഠായി കഴിക്കരുത്. കാരണം പെപ്സിയും മെൻഡോസും തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് സയനൈഡ് എന്ന് പറയുന്ന പോയിസണസ് ആയിട്ടുള്ള രാസപദാർത്ഥം ഉണ്ടാക്കുന്നതുകൊണ്ട് പെപ്സി കുടിച്ചതിന് ശേഷം ആരെങ്കിലും മെൻഡോസോ കഴിക്കുകയാണെങ്കിൽ ആ ആള് തത്സമയം മരിക്കുന്നതായിരിക്കും. മൂന്നാമത്തത്, കുർക്കുർ എന്ന് പറയുന്ന ഭക്ഷണ പദാർത്ഥം, പാക്കറ്റിൽ കിട്ടുന്ന ലൈസ് പോലത്തെ നമ്മൾ പിള്ളേരൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒന്നാണ് കുർക്കുർ. കുർക്കുർ കഴിക്കരുത്. കാരണം അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക്കിന്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കുർക്കുർ എടുത്തിട്ട് ചൂടാക്കി കത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ല് വരുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ച് ഡ്രഗ്സ് ആണ്, കുറച്ച് മരുന്നുകളുടെ ലിസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ മരുന്നെല്ലാം ഭയങ്കര ഡേഞ്ചറസ് ആണ്. കാരണം അതിൻ്റെ അകത്ത് ഫിനൈൽ പ്രൊപ്പനോൾ അമൈഡ് PPA എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് എന്നിവ ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ മരുന്ന് USA-ലും മറ്റു പ്രധാനപ്പെട്ട രാജ്യങ്ങളിലും നിരോധിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ മരുന്ന് ഇന്ന് നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ വിപണിയിൽ ഉണ്ടായിരിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ഈ മരുന്ന് എന്താക്കരുത്, കഴിക്കരുത്. അതിന് എക്സാമ്പിളാണ് ഡീകോൾഡ്. ഡീകോൾഡ് ഒക്കെ നമ്മൾ വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. വിക്സ് ആക്ഷൻ 500 നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. പിന്നെ വേറെ കുറച്ച് എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലെ ചില ഡോക്ടർമാർ മനുഷ്യരിൽ പുതിയൊരു തരം ക്യാൻസർ കണ്ടെത്തിയിട്ടുണ്ട്. ആ ക്യാൻസറിന് കാരണം സിൽവർ നൈട്രോ ഓക്സൈഡ് എന്ന് പറയുന്ന പദാർത്ഥമാണ്. മൊബൈൽ റീചാർജിന്റെ മേലുള്ള ഒരു ആ റീചാർജിന്റെ നമ്പർ കവർ ചെയ്തിരിക്കുന്ന രാസപദാർത്ഥം, അതിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് സിൽവർ നൈട്രോ ഓക്സൈഡ് ആണ്. അപ്പം ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, നഖം കൊണ്ട് ഒരിക്കലും ആ റീചാർജ് കാർഡ് എന്താക്കരുത്, ഒരുതരുത്. അങ്ങനെ ഒരുതാണെങ്കിൽ ആ നിങ്ങളുടെ നഖത്തിന്റെ മേലെ സിൽവർ ഓക്സൈഡ് ആവുകയും പിന്നെ അത് മറ്റു ഭാഗങ്ങളിലെത്തി നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് ചുരുക്കം. പിന്നെ കുറച്ച് ഹെൽത്ത് ടിപ്സ് ആണ്, ആരോഗ്യപരമായിട്ടുള്ള ടിപ്സ് ആണ്. അതിൽ ആദ്യം പറയുന്നത്, എപ്പോഴും ഇടത് ചെവി കൊണ്ട് ഫോണിൽ സംസാരിക്കുക. തണുത്ത വെള്ളം കൊണ്ട് മരുന്ന് കഴിക്കരുത്. വൈകിട്ട് 5 മണിക്ക് ശേഷം അമിതമായ ഭക്ഷണം കഴിക്കരുത്. ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. രാവിലെ അമിതമായിട്ട് വെള്ളം കുടിക്കുക. രാത്രി വളരെ കുറച്ച് വെള്ളം കുടിക്കുക. ഉറങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം രാത്രി 10 മണി തൊട്ടിട്ട് വൈകിട്ട് 4 മണി വരെയാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചതിന് ശേഷമോ ഉടനെ എന്താക്കരുത്, കിടക്കരുത്. പിന്നെ ഏറ്റവും അവസാനം പറയുന്ന ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഫോണിന്റെ ബാറ്ററി വളരെ കുറവാണെങ്കിൽ ആ സമയത്ത് വരുന്ന ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ആ സമയത്തുള്ള റേഡിയേഷൻ 1000 മടങ്ങ് വർദ്ധിച്ചതായിരിക്കും. ഓക്കെ. പിന്നെ ഏറ്റവും അവസാനം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, USA Chemical Research Center gives news result, don't drink tea in plastic cups, don't eat in food. The plastic react to heat and it will cause 52 types of cancer. So this ഏറ്റവും അവസാനം പറയുന്നത് വെച്ചാൽ, USA കെമിക്കൽ റിസർച്ച് സെന്റർ പുതിയൊരു കണ്ടെത്തലുണ്ട്. കാരണം എന്താ വെച്ചാൽ, പ്ലാസ്റ്റിക് കപ്പിൽ ചായ കുടിക്കരുത്. അതേപോലെ തന്നെ പോളിത്തീൻ പേപ്പറിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത്. കാരണം എന്താ വെച്ചാൽ, ഈ പ്ലാസ്റ്റിക്കും ഭക്ഷണ പദാർത്ഥങ്ങളും അല്ലെങ്കിൽ ചായയോ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് അത് 52 ടൈപ്പ് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ രത്ന ചുരുക്കം. ഫൈൻ, ബൈ.